രണ്ടുപേർ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുകയാണ്. ഒരേ ഇന്റർവ്യൂവിന് രണ്ടുപേർക്കും ഒരേ യോഗ്യതകളുണ്ട്. രണ്ടുപേരും ഒരുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയാലോ, അവർ എന്നെ ഒഴിവാക്കിയാലോ. എന്നാൽ രണ്ടാമത്തെയാൾ കിടക്കുന്നതിന് മുൻപ് 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് ശാന്തനായി ഇരുന്നു. അയാൾ മനസ്സുകൊണ്ട് കാണുകയാണ് താൻ വളരെ ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂ റൂമിലേക്ക് നടന്നു കയറുന്നത്, പുഞ്ചിരിയോടെ സംസാരിക്കുന്നത്, എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ശാന്തമായി മറുപടി നൽകുന്നത്, പൂർണ്ണ തൃപ്തിയോടെ ആ മുറിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കാം. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവരിൽ ആരുടെ മസ്തിഷ്കമാണ് വിജയിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്? അതിന് അവർ ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ട് പോലും ഇല്ലല്ലോ എന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ രസകരമായ കാര്യം ഇതാണ്, അവരുടെ തലച്ചോറ് ഇതിനകം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരാളുടെ തലച്ചോറ് ഭയത്തെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, മറ്റേയാളുടെ തലച്ചോറാകട്ടെ ആത്മവിശ്വാസത്തെയും. ഇന്നത്തെ വീഡിയോയും അതിനെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഭാവനയ്ക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കാനാകുമോ, അതോ ഇതൊരു വെറും പോസിറ്റീവ് തിങ്കിങ് ആണോ? വിഷ്വലൈസേഷന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാം. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ ഫോണിൽ വിളിച്ചതായി സങ്കല്പിക്കാം. ഫോൺ എടുത്ത നിമിഷം അവർ പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു മോശം വാർത്ത പറയാനുണ്ട്. അത്രമാത്രം, വേറൊന്നും അവർ പറഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ചോ? ചിലപ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പ് അല്പം കൂടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നിയിട്ടുമുണ്ടാകാം. ഉടൻ തന്നെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാകും, ദൈവമേ, എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന്. പക്ഷേ ഇവിടെയാണ് ചോദ്യം, യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ആരും നിങ്ങളെ സത്യത്തിൽ വിളിച്ചിട്ടില്ല, ആരും ഒരു മോശം വാർത്തയും പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും നിങ്ങളുടെ ശരീരം അതിനോട് പ്രതികരിച്ചു. ഇനി മറ്റൊരു കാര്യം സങ്കല്പിച്ചു നോക്കാം. അതേ വ്യക്തി വീണ്ടും വിളിക്കുന്നു. ഇത്തവണ അവർ പറയുന്നു, എനിക്കൊരു സന്തോഷവാർത്ത പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം അനുഭവപ്പെട്ടോ? നിങ്ങളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വന്നിട്ടുണ്ടാകാം. ഇവിടെയും യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ വേറൊരു രീതിയിൽ പ്രതികരിച്ചു. ഇത് നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറ് പുറത്തുള്ള യാഥാർത്ഥ്യത്തോട് മാത്രമല്ല പ്രതികരിക്കുന്നത്, നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളോടും ചിന്തകളോടും അനുഭവിക്കുന്ന വികാരങ്ങളോടും അത് ഒരുപോലെ പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞർ വർഷങ്ങളായി വിഷ്വലൈസേഷനിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്. ഭാവന എന്നത് മാജിക് പോലെ രാത്രിക്ക് രാത്രി കാര്യങ്ങൾ മാറ്റിമറിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് ഭാവനയ്ക്ക് നമ്മുടെ വികാരങ്ങളെയും ശ്രദ്ധയെയും നമ്മളൊരു കാര്യത്തിന് എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നതിനെയും പൂർണ്ണമായും മാറ്റാൻ സാധിക്കും എന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം ഇതായിരിക്കാം, നമ്മുടെ ഭാവനയ്ക്ക് നമ്മുടെ ബ്രെയിനിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുന്നതിന് പകരം പേടിപ്പിക്കുന്ന കാര്യങ്ങൾ സങ്കല്പിച്ച് സമയം കളയുന്നത്? നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു കാര്യം മോശമായി സംഭവിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ എത്ര തവണ ഭയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഉണ്ടാകില്ല. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, എനിക്ക് തെറ്റുപറ്റിയാലോ, ഞാൻ തോറ്റുപോയാലോ, ആളുകൾ എന്നെ നോക്കി ചിരിച്ചാലോ. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രം ജീവിക്കുന്ന കാര്യങ്ങളോർത്ത് നമ്മൾ ദിവസങ്ങളോളം സങ്കടപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് കാരണം നമ്മുടെ തലച്ചോറിന് പ്രധാനമായും ഒരൊറ്റ ജോലിയേ ഉള്ളൂ. അത് നമ്മളെ സന്തോഷിപ്പിക്കുക എന്നതല്ല, നമ്മളെ ജീവനോടെ നിലനിർത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർക്ക് അത് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ജാഗ്രത പുലർത്താനും അങ്ങനെ ജീവൻ നിലനിർത്താനും സഹായിച്ചിരുന്നു. ആ പഴയ സർവൈവൽ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളത്. എന്നാൽ ഇന്നത്തെ അപകടങ്ങൾ ഒരു ഇൻ്റർവ്യൂ ആകാം, ഒരു പ്രസൻറ്റേഷൻ ആകാം, ഒരു റിലേഷൻഷിപ്പ് ആകാം, ഒരു മെഡിക്കൽ റിപ്പോർട്ടാകാം, അതുമല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയുമാകാം. പക്ഷേ ഇതിൻ്റെ മനോഹരമായ വശം എന്നത്
തലച്ചോറിന് ഭയപ്പെടാൻ പരിശീലിക്കാൻ കഴിയുമെങ്കിൽ ആത്മവിശ്വാസവും പരിശീലിക്കാൻ കഴിയുമെന്നതാണ്. തലച്ചോറിന് പരാതിപ്പെടാൻ കഴിയുമെങ്കിൽ ശാന്തത പരിശീലിക്കാനും അതിന് കഴിയുമെന്നതാണ്. ഇവിടെയാണ് വിഷ്വലൈസേഷൻ ഒരു മനഃശാസ്ത്രപരമായ ഉപകരണമായി മാറുന്നത്. വിഷ്വലൈസേഷൻ എന്നത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സ്വയം നുണ പറഞ്ഞു നടക്കലല്ല. അത് നിങ്ങളുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്യലാണ്. നാളെ ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ തലച്ചോറിനെ ട്രെയിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാവനയെ പേടിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം നിങ്ങളതിനെ കൃത്യമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അതിനിടയിൽ മറ്റൊരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. വിഷ്വലൈസേഷൻ ഇത്രയും ഉപയോഗപ്രദമാണെങ്കിൽ എന്താണ് ഇതെല്ലാവരിലും ഒരുപോലെ വർക്ക് ചെയ്യാത്തത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾ കാർ ഓടിക്കാൻ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ദിവസവും നിങ്ങൾ സോഫയിൽ ശാന്തമായിരിക്കുന്നു. കണ്ണുകളടച്ച് വളരെ പെർഫെക്റ്റായി നിങ്ങൾ കാർ ഓടിക്കുന്നതായി സങ്കല്പിക്കുന്നു. ഗിയറുകൾ കൃത്യമായി മാറ്റുന്നു. മനോഹരമായി പാർക്ക് ചെയ്യുന്നു. സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു യഥാർത്ഥ കാറിൽ തൊടാതെ നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർ ആകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം വിഷ്വലൈസേഷൻ എന്നത് പ്രവൃത്തിക്ക് പകരമുള്ള ഒന്നല്ല. അത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. വിഷ്വലൈസേഷൻ എന്നത് ഒരു കൃഷിക്കാരൻ മണ്ണ് ഒരുക്കുന്നത് പോലെയാണ്. നമ്മുടെ പ്രവൃത്തികൾ വിത്തുപാകലും. രണ്ടും ആവശ്യമാണ്. ഒന്നില്ലാതെ മറ്റൊന്ന് പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റുകൾ മെൻ്റൽ റിഹേഴ്സൽ നിർദ്ദേശിക്കുന്നത്. അതുകൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ്. ഒരു സാഹചര്യത്തെ നിങ്ങളുടെ തലച്ചോറ് ശാന്തമായ രീതിയിൽ മനസ്സിൽ പലതവണ അനുഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സാഹചര്യം വരുമ്പോൾ പേടി തോന്നില്ല. അതുകൊണ്ടാണ് കായിക താരങ്ങൾ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് മെൻ്റൽ റിഹേഴ്സൽ ചെയ്യുന്നത്. ഇത് തന്നെ സംഗീതജ്ഞരും പ്രാസംഗികരും ചെയ്യാറുണ്ട്. ഇത് സമയമാകുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അവർ മനസ്സിനെ തയ്യാറാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്ക് അടുത്ത വീഡിയോയിൽ ഇതിനായുള്ള ഒരു പ്രായോഗിക ടൂളുമായി ഞാൻ വരുന്നതാണ്. സിൽവ മെത്തേഡ്. അടുത്ത വീഡിയോയിൽ ഒരു സിൽവ മെത്തേഡ് വിഷ്വലൈസേഷൻ സെഷനിലൂടെ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഭാവന ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസവും നിങ്ങളുടെ മനസ്സ് ചില ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആ ചിത്രങ്ങളിൽ നിറയെ ഭയമായിരിക്കും. അറിയാതെയാണെങ്കിലും ആ പേടികളെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ഇവയ്ക്കു പകരം ശാന്തത, ആത്മവിശ്വാസം, വ്യക്തത, പ്രത്യാശ എന്നിവയ്ക്ക് വേണ്ടി പരിശീലിപ്പിച്ചാൽ അതെത്ര നല്ലതായിരിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ നിരന്തരമായ അധ്വാനവും കൂടിച്ചേരുമ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത വീഡിയോയിൽ സിൽവ മെത്തേഡ് ഉപയോഗിച്ചുള്ള വിഷ്വലൈസേഷനുമായി ഞാൻ വരുന്നതാണ്. അവിടെ കാണാം. നന്ദി.